അന്തർജനം പ്രേത മാന്ത്രിക നോവൽ അധ്യായം 3. ഞെട്ടിയുണർന്നു ജഗൻ. ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. അവിടെ തൻ്റെ തല പിളർന്ന് ഓടിപ്പോയ ചീങ്ങേരിക്കുറിപ്പില്ല, ചോരപ്പാടുകളില്ല. സ്വപ്നം, ഭീകരമായ സ്വപ്നം. ശരീരം വല്ലാതെ കിതയ്ക്കുന്നു. നേരം വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കിഴക്ക് വെട്ടത്തിൻ്റെ ഒരു ലക്ഷണവും കണ്ടില്ല. വല്ലാതെ ദാഹിക്കുന്നു. സ്വപ്നം തളർത്തിയതിൻ്റെ ക്ഷീണമാവും. ആൽമരത്തിൻ്റെ അടിത്തറയിൽ നിന്നും എഴുന്നേറ്റ് റോഡിലേക്ക് ഇറങ്ങി നടന്നു. ദൂരെ നിന്നും ഒരു ഇരമ്പൽ കേട്ടു. ഈശ്വരാ, നഗരത്തിലെത്തുന്ന വല്ല വാഹനവുമായിരിക്കണേ. ഒന്നുമില്ലെങ്കിലും മൊബൈൽ റേഞ്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം വരെ എന്നെത്തി കിട്ടിയാൽ മതിയായിരുന്നു. പ്രകാശം അടുത്തേക്ക് വന്നു. കൈകാട്ടി. വണ്ടി നിർത്തി. കാറിൻ്റെ ചില്ല് താഴ്ന്നു. അകത്തേക്ക് നോക്കി ജഗൻ. കാറിനുള്ളിൽ കണ്ടു അപാര ചൈതന്യമുള്ള ഒരു മനുഷ്യൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം തന്നെ ആവാഹിച്ചെടുത്തെന്ന് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചില്ല. നാരായണ, മുമ്പിൽ കയറ്റിക്കോളൂ. മനസ്സിൽ അപരിചിതനായ ഒരു മനുഷ്യനോട് 1000 നന്ദി പറഞ്ഞു. വണ്ടിക്ക് മുമ്പിലേക്ക് കയറിയിരുന്നു. ആരാണ്, എന്താണ് ഒന്നും അറിയില്ല. മെല്ലെ പിന്നിലേക്ക് തിരിഞ്ഞു. പറഞ്ഞു, ഞാൻ ജഗൻ, 3 സ്റ്റാർ TV പ്രൊഡ്യൂസറാണ്. ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ. പക്ഷേ എൻ്റെ സമനില തെറ്റി. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. സഹായിച്ചതിന് നന്ദിയുണ്ട്. അങ്ങ് ആരാണ്? പിന്നിലുള്ള കരുത്തനായ മനുഷ്യൻ ഒന്ന് മൂളി. പിന്നെ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. ജഗനൊന്നും മിണ്ടാനായില്ല. എന്താ പേര്? അദ്ദേഹം ചോദിച്ചു. ജഗൻ. ജഗന്നാഥൻ. ജഗന്നാഥൻ. പിന്നെ അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല. ഏറെ നേരം നിശബ്ദനായി ഇരുന്ന് ജഗന് നന്ന ക്ഷീണമുള്ളതുകൊണ്ടാവാം കണ്ണുകളിൽ മയക്കം വന്നണഞ്ഞു. ജഗന്റെ കണ്ണുകൾ അവനറിയാതെ അടഞ്ഞുപോയി. വണ്ടി മുമ്പിലേക്ക് ഇരമ്പിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. സൂര്യപ്രകാശം വണ്ടിക്കുള്ളിൽ അരിച്ചിറങ്ങിയപ്പോൾ ജഗൻ കണ്ണു തുറന്നു. പിന്നിലേക്ക് നോക്കി. ഉറങ്ങിപ്പോയി. ജഗൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തലയാട്ടി. നഗരത്തിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ മുമ്പിൽ വണ്ടി നിന്നു. തൻ്റെ പ്രിയപ്പെട്ട നഗരത്തിൻ്റെ കവാടം. ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഡ്രൈവർ നാരായണനോട് യാത്ര ചോദിച്ച് ഇറങ്ങി. പിന്നിലെ ചില്ല് താഴ്ന്നു. തൊഴുതു ജഗൻ. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. അങ്ങ്? ജഗൻ ആ അപരിചിതന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ശക്തൻ ഭാട്ടിയ. നടുങ്ങിപ്പോയി ജഗൻ. അത്ഭുതത്തോടെ ജഗൻ പറഞ്ഞു, ഗുജറാത്തിലെ താന്ത്രിക വിദ്യാപീഠത്തിലെ പ്രധാന ഗുരു ശക്തൻ ഭാട്ടി? അതേന്ന് തലകുലുക്കി ശക്തൻ. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ എല്ലാ ആഴ്ചയിലും എഴുതുന്ന അനുഭവങ്ങളും വിലയിരുത്തലുകളും ഞാൻ സ്ഥിരമായി വായിക്കാറുണ്ട്. ഇവിടെ, പ്രത്യേകിച്ച് ദുരൂഹതകൾ നിറഞ്ഞ ഈ ഗ്രാമത്തിലൂടെ താങ്കൾ എവിടേക്കാണ് പോയത്? അപ്പോഴും ജഗന്റെ ഉള്ളറിഞ്ഞതുപോലെ ഒന്ന് തലയാട്ടിയ ആ മധ്യവയസ്കൻ. ഞാൻ താജ് ഹോട്ടലുണ്ട്. ഒരു 10 ദിവസം ഇവിടെ രാജകുടുംബത്തിൻ്റെ അതിഥിയായി വന്നതാണ്. എപ്പോൾ സമയമെന്ന് വെച്ചാൽ വിളിച്ചിട്ട് വന്നോളൂ ജഗൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ തിടുക്കം തിരിച്ചറിഞ്ഞ് തൊഴുതു നിന്നു ജഗൻ. വണ്ടി അകന്നുപോയി. ഒരു നിമിഷം അത് നോക്കി നിന്നു. പിന്നെ മൊബൈൽ കയ്യിലേക്കെടുത്തു. സുമിത്രയെ ഒന്ന് വിളിക്കണം. എത്ര ദിവസമായി അവളുടെ മധുരമായ ശബ്ദം കേട്ടിട്ട്. അമ്മ വന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല. കുടുംബക്കാരുമായി ഉത്തരേന്ത്യയിൽ ക്ഷേത്രദർശനത്തിന് പോയതാണ്. പെട്ടെന്ന് മൊബൈൽ ബെല്ലടിച്ചു. കയ്യിലേക്കെടുത്തു. സുമിത്രയുടെ നമ്പർ തെളിയുന്നു. മനസ്സിൽ ഒരു തീവ്ര സ്നേഹത്തിൻ്റെ കുളിർമ പടർന്നു. സുമി, അവൾ പിങ്ങിപ്പൊട്ടുന്നതറിഞ്ഞു. ഞാൻ വരാം, ഇപ്പോൾ വരാം. ഒന്നും ചോദിക്കാൻ നിന്നില്ല ജഗൻ. മനസ്സും ശരീരവും കൊണ്ട് സുമിത്രയ്ക്ക് മുന്നിലെത്താൻ കൊതിച്ചു. ദാഹിച്ചു. സുമിത്ര. ജഗന്റെ മനസ്സിൽ സുമിത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഗ്രഹാരങ്ങൾ കടന്ന് അമ്പലത്തിന് പിന്നിലെ മീനാക്ഷിപുരത്തെ സുമിത്രയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷിക്കാതെ ആരൊക്കെയോ അവിടെ കാത്തു നിൽക്കുന്നു. കറുത്ത തുണി ഉയർത്തി കെട്ടിയിരിക്കുന്നു. നെഞ്ചിൽ ഒരിടിവിട്ടി. ഈശ്വര! ഒരു നിമിഷം അമ്പരം നിന്നു. സുമിത്രയുടെ അച്ഛൻ വക്കീലാണ്. പേരും പ്രശസ്തിയുമുള്ള ക്രിമിനൽ വക്കീൽ. കുറ്റിപ്പുറം കുമാരമേനോൻ. പ്രമാദമായ നിരവധി കേസുകളിൽ തൻ്റെ വാക്ചാതുര്യം ബുദ്ധിയും കൊണ്ട് കഴിവ് തെളിയിച്ച ആൾ. സുമിത്രയുടെ അമ്മ വസന്തിക്കുട്ടി നേരത്തെ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. സുമിത്രയുടെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചുവോ? ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. ആരൊക്കെയോ അടുത്തേക്ക് വന്നു. കുട്ടിശങ്കരൻ വക്കീലിൻ്റെ മുഖം തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം തൻ്റെ കൈ പിടിച്ച് ആ കണ്ണുകൾ നിറഞ്ഞു. പോയി അദ്ദേഹം. ഈശ്വര! കൂനൂർ മഠത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഉദ്ദേശിച്ചതാണ്. ഒന്നുകൂടി ആലോചിക്കാൻ വയ്യ. അറിയാത്ത ദുരന്തങ്ങൾ സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കും വലിച്ചു കയറ്റണോ ജഗ? ഒരാപത്ത് വന്നാൽ ആരും ഉണ്ടാവില്ല. കാലത്തിനു മുമ്പേ യാത്ര ചെയ്യണമെന്ന് നിന്റെ ആഗ്രഹവും ചുറിയുറുക്കും ഒക്കെ എനിക്കിഷ്ടമാണ്.
ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ചന്ദ്രനിൽ കാലുകുത്തുന്ന കാര്യവും റോക്കറ്റ് വിക്ഷേപണവും ഒക്കെ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാർ പഴയത് പലതും തള്ളിപ്പറയും. പക്ഷേ ഒന്ന് ഓർക്കണം, കാലത്തിൻ്റെ പലതും ഗണിച്ചെടുക്കുന്നതും കണക്കാ. ആ കണക്ക് തെറ്റിയാൽ പ്രപഞ്ചം നിലയ്ക്കും. എന്നുവെച്ചാൽ ഭൂമിയുടെ ഭ്രമണപഥം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കരുതുന്നു. കൂനൂർ മഠം ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. അടങ്ങാത്ത മോഹവുമായി അലയുന്ന യക്ഷി വസിക്കുന്ന മണ്ണ. ശാപമോഷം കിട്ടാത്ത യക്ഷികളുടെ താവളമാണത്. കല്ലേരി കണ്ണപ്പൻ എന്ന മാന്ത്രികന്റെ ജന്മഗ്രഹമാണ്. അടുത്തേക്ക് ചെന്ന് ശബ്ദം താഴ്ത്തി അദ്ദേഹം ജഗനോട് പറഞ്ഞു തീർത്തു. എൻ്റെ സുമിത്രയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഒരു പുരുഷന് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും നേടാൻ കഴിയുന്നതിന് മതിയുമാണ്. അത് നീ അറിയണം. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ജഗനെ വിശ്വസിക്കുക. വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പക്ഷേ കൂനൂർ മഠത്തിലേക്കുള്ള ഈ യാത്ര അദ്ദേഹം വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. പക്ഷേ ആ മുഖം കണ്ടാൽ അറിയാമായിരുന്നു തന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോഴേക്കും കൂനൂർ മഠത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു താൻ. മുടങ്ങി വന്നിരിക്കുന്നു ജഗൻ. കെട്ടുകഥകളിൽ നിന്ന് ജനം പരിഹസിച്ചു തള്ളുന്ന കുറേ നിറം പിടിച്ച കഥകളുമായി. മനസ്സിൽ തന്നെ പുകഞ്ഞു കത്തുന്ന വിചിത്രമായ കാഴ്ചകൾ, സംഭവങ്ങൾ, മനുഷ്യർ. കൂനൂർ മഠം. ജഗൻ എവിടെയായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചു. വക്കീൽ കുട്ടിശങ്കരൻ പറഞ്ഞു. എന്താ ശരിക്കും അച്ഛന് സംഭവിച്ചത്? ഒരു നിമിഷം തലതാത്തി നിന്ന് കുട്ടിശങ്കരൻ. ജഗൻ പോയതിനു ശേഷം വളരെ അസ്വസ്ഥനായിരുന്നു കുമാരൻ സാർ. എന്നോട് പലതവണ പറഞ്ഞു, രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല കുട്ടിശങ്കര. ജഗൻ പോയിരിക്കുന്നത് കൂനൂർ മഠത്തിലേക്കാണ്. ഞാൻ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ പിന്മാറിയില്ല. പ്രായത്തിൻ്റെ എടുത്തുചാട്ടമോ അന്ധവിശ്വാസങ്ങളോടുള്ള അവഗണനയോ എന്ന് എനിക്കറിയില്ല. ജഗനെ പിടിച്ചു നിർത്താനായില്ല. അവൻ മടങ്ങി വരുമ്പോൾ ഒരു മഹാദുരന്തം മുന്നിൽ കാണണ്ടെന്ന് ഞാൻ ആ അന്തർജനത്തിനെ വരുത്തി കണക്കിന് ശകാരിക്കുകയും ചെയ്തിട്ടു. എന്നിട്ട് എന്താ കാര്യം? ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നും സംഭവിക്കില്ല, ജഗനൊന്നും സംഭവിക്കില്ല സാർ, സമാധാനമായിരിക്കണം. പക്ഷേ സാറിൻ്റെ മനസ്സ് ഉറങ്ങിയില്ല. പ്രമാദമായ പല കേസുകളും വാദിക്കാനുണ്ടായിരുന്നു. പലതും മാറ്റിവെച്ചു. ജഗൻ വരാതെ മനസ്സിന് ഏകാഗ്രത കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിക്കാനും പോയില്ല. കുട്ടിശങ്കരൻ പറഞ്ഞു നിർത്തിയപ്പോൾ ജഗൻ ചോദിച്ചു, കുമാരൻ സാറിന് കൂനൂർ മഠത്തിൻ്റെ കാര്യത്തിൽ എന്താ ഇത്ര ആശങ്കപ്പെടാൻ? ഒരു നിമിഷം ജഗൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു കുട്ടിശങ്കരൻ. ജഗനോട് ഞാനത് പറയും. ഒരിക്കൽ ഒരു സന്ധ്യയ്ക്ക് വക്കീൽ ഓഫീസിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അയാൾ കുറേ ദ്രവിച്ച പ്രമാണങ്ങൾ കുമാരൻ സാറിൻ്റെ മുൻപിലേക്ക് വെച്ചു. അയാളുടെ ആ വരവും ആ ആവശ്യത്തിനും മാത്രം സംസാരിക്കുന്ന പ്രകൃതവും എനിക്ക് എന്തോ അത്ര പന്തിയായി തോന്നിയില്ല. വിവരം തിരക്കിയപ്പോൾ കൂനൂർ മഠത്തിലെ കാലങ്ങൾ പഴക്കമുള്ള കൈവശ ഭൂമിയുടെ പ്രമാണങ്ങളാണ്. അവകാശികളില്ലാതെ നശിക്കുന്നു എന്ന പ്രചാരണം നാട്ടിൽ ശക്തമായതുകൊണ്ട് കൂനൂർ മഠത്തിലെ ഏതോ അകന്ന ബന്ധുവായ ചെറുപ്പക്കാരനടുത്താണെന്നും മഠത്തിൻ്റെ അവകാശം ശരിയാക്കി തരണമെന്നും പണം പ്രശ്നമല്ലെന്നും പറഞ്ഞു. പ്രമാണം പഠിക്കാൻ സമയം ചോദിച്ചപ്പോൾ എല്ലാം ഏൽപ്പിച്ച് അയാൾ പോയി. അയാൾക്ക് ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. വിലാസം ചോദിച്ചപ്പോൾ ഒരു മേൽവിലാസം തന്നു. അത് നന്നായി നിർബന്ധിച്ച ശേഷം, കൂനൂർ മഠത്തിലെ ആരാ ഇയാൾ? ഈ പ്രമാണങ്ങൾ എവിടുന്ന് കിട്ടി? അയാൾ തന്ന മേൽവിലാസം അന്വേഷിച്ച് ഞാനാ പോയത്. ഒരു നിമിഷം ഏതോ ഒരു ഭീകര സംഭവം മുന്നിൽ കാണുന്നത് പോലെ നിന്നു കുട്ടിശങ്കരൻ. ജഗൻ കുട്ടിശങ്കരൻ്റെ കയ്യിലേക്ക് പിടിച്ചു. എന്താ മാഷേ, എന്തുണ്ടായി? ചെന്നെത്തിയത് കാലങ്ങൾ പഴക്കമുള്ള ഒരു ശ്മശാനത്തിലാണ്. ശരിക്കും ഒരു ശവക്കോട്ട. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരം കൊന്നുകൂട്ടി ദഹിപ്പിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഒരു ശവക്കോട്ട. കാകനും കഴുകനും കാവൽ നിൽക്കുന്ന ഇലപൊഴിഞ്ഞ മരങ്ങൾ. ശരിക്കും ഭീതി ജനിപ്പിക്കുന്ന ഏതോ ഇംഗ്ലീഷ് നോവലിലെ പ്രധാന കഥാപാത്രത്തെ കണ്ട പോലെ. ഭയന്നു ഞാൻ മടങ്ങി വന്നു. ശരിക്കും ഭയന്ന് പനി പിടിച്ചിരുന്നു. വന്ന ചെറുപ്പക്കാരൻ കല്ലേരി കണ്ണപ്പൻ എന്ന കൂനൂർ മഠത്തിലെ മാന്ത്രികൻ തന്നെയായിരുന്നു അത്രേ. എന്നെയും കൂട്ടി കുമാരസാർ എത്രയോ സ്ഥലങ്ങളിൽ പോയി ചരടുകൾ ജപിച്ചു കിട്ടി. പക്ഷേ ഒടുവിൽ ഞാനറിഞ്ഞു, സാറും കല്ലേരി കണ്ണപ്പൻ അമാനുഷിക ശക്തിയായി അദൃശ്യ ശക്തിയായി ജീവിക്കുന്ന ഒരു ഭീകരമന്ത്രിയാണെന്നും അയാൾ മന്ത്രവാദി മാത്രമല്ല, അയാൾ കുമാരൻ സാറിൻ്റെ കുടുംബത്തിലേക്ക് ഒരു മഹാദുരന്തമായി വന്നു കയറുമെന്നു. ശരിക്കും കുമാരൻ സാർ അതിനുശേഷം ഉറങ്ങിയിട്ടില്ല. ഭയം സാറിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. എത്രയോ മാന്ത്രികർ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കണ്ണപ്പനെ വരവിനെ തടയിടാൻ. എത്രയെത്ര ഹോമങ്ങൾ. പക്ഷേ സാറ് പോയി. ഒരു പിടി രഹസ്യങ്ങൾ സാറ് ബാക്കി വെച്ചിരുന്നു. എന്തിനെന്നറിയില്ല. ജഗന് ഒന്നും മിണ്ടാനായില്ല. പക്ഷേ കുട്ടിശങ്കരൻ എന്നെ എന്തോ മറക്കുന്നു. എന്താവും അത്? എപ്പോഴെങ്കിലും അത് ചോദിച്ചറിയണം. അച്ഛൻ്റെ മരണം സുമിത്രയെ ആകെ തളർത്തിയിട്ടുണ്ടാവും. എങ്ങനെ, എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കാനാവുക? കുട്ടിശങ്കരൻ വഴിമാറി. സുമിത്രയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ കുട്ടിശങ്കരൻ വിളിച്ചു,
ജഗൻ, എനിക്ക് തന്നെ ഒറ്റയ്ക്കൊന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല ജഗൻ. അകത്തേക്ക് നടന്നു. കുമാരൻ സാറിൻ്റെ മരണം കഴിഞ്ഞിരുന്നു. അത് സാധാരണ മരണമല്ല. മാനസിക സംഘർഷണം താങ്ങാനായിട്ടുണ്ടാവില്ല. കുട്ടിശങ്കരൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഊഹിച്ചെടുത്തു. കൂനൂർ മഠം തേടിപ്പോയ തൻ്റെ തീരുമാനം മാറ്റാൻ ശ്രമിച്ചതാണ് കുമാരൻ സാർ. പക്ഷേ ചിന്തകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ജഗന്. സുമിത്ര കിടക്കുന്ന മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെ കിടക്കയിലിരിക്കുന്ന പെണ്ണുങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് വഴിമാറി. സുമിത്ര. അവൾക്ക് താങ്ങാനായില്ല. കട്ടിലേക്ക് ഇരുന്ന് ജഗൻ വിതിമ്പിപ്പോയ സുമിത്രയെ നോക്കി. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ, അടങ്ങാത്ത ഗദ്ഗതം. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദുഃഖം അണപൊട്ടി ഒഴുകുകയാണ്. എന്തു പറഞ്ഞാൽ സുമിത്രയെ ആശ്വസിപ്പിക്കുക? എനിക്ക് ആരുമില്ല ജഗൻ, ആരുമില്ല. സുമി. ജഗൻ അവളുടെ കഴുത്തിൽ മുറുകെ ചുംബിച്ചു. ഞാനുണ്ടോ നിനക്ക്? തിരമാലകൾ നനവ് പടർത്തിയ മണൽത്തിരികൾ പോലെ ജഗന്റെ മാറിലേക്ക് ചേർന്ന് കിടന്നു മയങ്ങി സുമിത്ര. ജഗന്റെ മാത്രം സുമിത്ര. സുമിത്രയുടെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ രാത്രി വളരെ വൈകി. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം, നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണം. ശരീരമാകെ വല്ലാത്ത വേദന, യാത്രാക്ഷീണം. പക്ഷേ സുമിത്രയുടെ അച്ഛൻ കുമാരൻ സാറിൻ്റെ മരണമേൽപ്പിച്ച ആഘാതം. അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. എത്ര വൈകിച്ചെന്നാലും ഉറങ്ങില്ല. ആ പൂമുഖത്ത് ലൈറ്റിട്ട് അങ്ങനെ ഇരിക്കും. എന്നും എത്തുമ്പോൾ അമ്മ പറയുന്ന പല്ലവിയർത്തു. എൻ്റെ ജഗ, എനിക്ക് വയ്യാണ്ടിരിക്കുന്നു. ഒരു നല്ല ദിവസം നിശ്ചയിച്ച് ആ സുമിത്രയെ കൂട്ടിക്കൊണ്ടുവന്നൂടെ നിനക്ക്? എത്ര നാളെന്ന് വിചാരിച്ച ആ കുട്ടി ഇങ്ങനെ കാത്തിരിക്കുക? പുറമേ ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ അവളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുളിര് പടരും. ഒരുപാട് വസന്തങ്ങൾ വന്നു നിറയും. രാക്കുയിൽ പാടും. സുമിത്ര. ഒരു പുരുഷനും ഒരു പെണ്ണിനെ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. വരട്ടെ അമ്മേ, ചിലതുകൂടി ചെയ്തു തീർക്കാനുണ്ട്. വിവാഹം കഴിഞ്ഞ് പിന്നെ പ്രാരാബ്ദങ്ങളായി കഴിയുമ്പോൾ അവൾക്കെന്നെ പ്രണയിക്കാനും താലോലിക്കാനും ഒന്നുള്ള സമയം ഉണ്ടാവില്ല. നീ എന്തായി പറയുന്നത് ജഗ? അമ്മയ്ക്ക് തൻ്റെ വാക്കുകൾ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയില്ലാത്ത മുറികൾ, ഇരുട്ട് കയറി കിടക്കുന്നു. സന്ധ്യയ്ക്ക് കത്തിച്ചു വയ്ക്കുന്ന ചന്ദനത്തിരിയുടെ ഗന്ധമില്ല. സ്ഥിരം കേൾക്കാറുള്ള ഭാഗവതത്തിൻ്റെ മുഴുക്കമില്ല. ലൈറ്റിട്ടു. സോഫയിലിരുന്ന് പിന്നിലേക്ക് തലചായ്ച്ചു. കണ്ണടച്ചു കിടക്കുമ്പോൾ ആരോ എടുത്തെറിഞ്ഞ മാതിരി മനസ്സിൽ കൂനൂർ മഠം ഒന്നെന്നറിയുന്നു. അവിടെ ഇലപഴിഞ്ഞ വികൃതമായ വേരുകളുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തലനാരുകൾ കൊണ്ട് നഗ്നത മറിച്ച് ഒരു പെൺകുട്ടി. അവളുടെ പൊക്കിൾക്കൊടിയിൽ നിന്നും ചോര ഇറ്റിറ്റു വീഴുന്നു. കണ്ണുകൾ തുറന്ന് ഞെട്ടി ഉണർന്നു ജഗൻ. പിന്നിൽ ഒരു തണുത്ത സ്പർശം. കാതുകളിൽ ആരോ മന്ത്രിച്ചു. ജഗൻ, ജഗൻ. പെട്ടെന്ന് മുറിക്കുള്ളിൽ ഇരുട്ടു പടർന്നു. തൻ്റെ അടിവയറിൽ ആരോ തലോടുന്നു. തള്ളവിരലിൽ ആരോ വിരൽ കൊണ്ട് അമർത്തുന്നു. ചുണ്ടുകളിൽ ഒരു കാമാർത്ഥമായ ചുംബനം. കൺപോളകൾ അടയുന്നു. ജഗൻ സോഫയിലേക്ക് തന്നെ വീണു. പക്ഷേ മനസ്സ്, അത് കൂനൂർ മഠത്തിൻ്റെ ദ്രവിച്ചു നിറമങ്ങിയ ആരുടത്തിൽ ഒരു ജീർണിച്ച പ്രേതം കടക്കെ കുരുങ്ങിക്കിടക്കുന്നു. അപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും തീരാത്ത പകയുടെ കണക്കുപോലെ ഒടുങ്ങാത്ത മഴ. അധ്യായം 6. ഉണരുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞില്ല ജഗൻ. പലതവണ കാമരൂപിണിയായ പെണ്ണിനെ ഇണചേർന്ന് തളർന്ന പോലെ ശരീരത്തിൽ വല്ലാത്തൊരു ആലസ്യം പടർന്നു പിടിച്ചിരുന്നു. മുൻപിലത്തെ സോഫയിൽ അങ്ങനെ കിടന്നു. ഒന്നാം ഓർക്കാനാവുന്നില്ല. മെല്ലെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ തുറന്നു കിടന്ന ജനൽപ്പാളി കാറ്റിൽ ആരോ വലിച്ചടച്ചതുപോലെ വന്നടഞ്ഞു. രാത്രി തകർത്തു പെയ്യുന്ന മഴ. ഓർത്തെടുത്തു. വേണ്ടിയിരുന്നില്ല. കൂനൂർ മഠത്തിലേക്കുള്ള യാത്ര. ഏതു നശിച്ച നേരത്താണോ തനിക്കത് തോന്നിയത്? അന്തർജനത്തിനെ കാണണം, 4 വർത്തമാനം പറയണം. അവരെ പറഞ്ഞിട്ടെന്ത്? യാത്രയൊന്ന് ചിന്തിച്ചെന്ന് മതിയെന്ന് അന്തർജനം പലതവണ വിലക്കിയതാണ്. പിന്നെ അഡ്വക്കേറ്റ് കുമാരൻ സാറും. തല പിന്നിലേക്ക് ചായച്ച് കണ്ണടച്ച് സോഫയിൽ കൈകുത്തി അങ്ങനെ ഇരുന്നു. മൊബൈൽ നിർത്താതെ ബെല്ലടിക്കുന്നു. ചാർജ് തീർന്നു തുടങ്ങി. എന്നിട്ടും ആരാന്നറിയാൻ മൊബൈൽ ഫോൺ കയ്യിലേക്ക് എടുത്തു. അലസമായി ചോദിച്ചു. ആരാ? ജഗൻ. നീ എപ്പോഴാ എത്തിയേ? ഞാനാണ് അന്തർജനം. അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണാം. നീ എപ്പോഴാ ഓഫീസിലേക്ക് വരിക? വരാം. ജഗൻ തീരെ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അത് പറ്റില്ല, വന്നേ പറ്റൂ. എനിക്ക് നിന്നെ കാണണം. നിന്നെ കൂനൂർ മഠത്തിലേക്ക് പറഞ്ഞയച്ച ഞാനാണ്. നീ പോയി കഴിഞ്ഞതു മുതൽ എനിക്ക് വല്ലാത്തൊരു ഭയം. നിനക്കൊന്നും സംഭവിക്കുന്നതെന്ന് ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. എന്തായാലും നീ വന്നല്ലോ. അന്തർജനത്തിൽ നിന്നും ഒരു നിശ്വാസം ഉതിർന്നു വീഴുന്നത് ശബ്ദം ജഗൻ കേട്ടു. അതെന്താ, ഞാൻ മടങ്ങി വരില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ജഗന്റെ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കഴിയാൻ അന്തർജനത്തിനായില്ല. ജഗൻ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. നീ പോയതുപോലെ മടങ്ങി വരില്ലെന്ന് ഒരാൾ പറഞ്ഞു. പറഞ്ഞത് മറ്റാരുമല്ല, പ്രവചനത്തിൽ ലോകം പകച്ചു നിൽക്കുന്ന ഭാട്ടിയയില്ലേ, ഗുജറാത്ത് താന്ത്രിക പീഠത്തിലെ ശക്തൻ ഭാട്ടിയ. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാനൊന്നുകൂടി പറയാം.
നീ മടങ്ങി വന്നാൽ വരുന്നത് ഒരു മരണ വീട്ടിലേക്കായിരിക്കുമെന്ന്. ഒന്ന് നടുങ്ങി ജഗൻ. വരാം, ഞാൻ വരാം. ഇത്രയും പറയാനേ ജഗനായുള്ളൂ. മൊബൈൽ മേശപ്പുറത്തേക്ക് കൈയൂന്നി വെച്ച് അങ്ങനെ നിന്നു ജഗൻ. ശക്തൻ ഭാട്ടിയ കൂനൂർ മഠത്തിലെ ഭീതിപ്പെടുത്തുന്ന താഴ്വാരത്തു നിന്നും തന്നെ നഗരത്തിൻ്റെ ക്ലോക്ക് ടവറിന് മുമ്പിൽ ഇറക്കിപ്പോയ രക്ഷാപുരുഷൻ. വേഗം തയ്യാറാവണം. അന്തർജനത്തിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് ശക്തൻ ഭാട്ടിയുടെ അടുത്തെത്തണം. അതിന് തയ്യാറാകാൻ ജഗൻ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പ്രകാശം വീണ് കിടന്നിട്ടും വീട്ടിനുള്ളിൽ ഇരുട്ട് കയറി കിടക്കുന്നു. ജനാലകൾ തുറന്നിട്ടിട്ടും പ്രകാശം കടക്കുന്നില്ല എന്നൊരു തോന്നൽ. ഒരു ഏകാന്തത ജഗനെ വല്ലാതെ മടുപ്പിച്ചു. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഒരു മുണ്ടു ധരിച്ചു. അപ്പോൾ കണ്ടു അടിവയറ്റിൽ ചുവന്ന നഖപ്പാടുകൾ. ചോര പൊടിഞ്ഞിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഒരെത്തും പിടിയും കിട്ടിയില്ല ജഗന്. ഇത് ആകട്ടെ എന്ന് കരുതി ഒരു കടുകെട്ട കാച്ചിയ എണ്ണ തലയിൽ തേച്ചു. ബാക്കി കയ്യിലും നെഞ്ചിലും പുരട്ടി. ഷവറിൻ്റെ കീഴിൽ കണ്ണടച്ച് അങ്ങനെ നിന്നു. മനസ്സ് ഏതോ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് ഓടിപ്പോകുന്നു. കാട്ടുചെടികൾക്കിടയിലൂടെ പാറക്കെട്ടുകൾക്ക് തട്ടിത്തെറിച്ച് ഔഷധത്തിൻ്റെ പണമുള്ള കണ്ണീര് പോലെ സ്ഫുടം ചെയ്തെടുത്ത ആ ഒരു വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിൽക്കുന്ന പ്രതീതി. പെട്ടെന്ന് അടിവയറ്റിൽ ഒരു തണുത്ത കരസ്പർശം. ഞെട്ടി കണ്ണു തുറന്നു. ഷവറിലെ ജലം ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. താൻ പൈപ്പിൻ്റെ ടാപ്പിൽ തൊട്ടിട്ടേയില്ല. പിന്നെ ആരാ? ഇല്ല. തിരിച്ചും മറിച്ചും നോക്കിയിട്ടും ജലം വരുന്നില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോൾ നിൽക്കുന്ന നിൽപ്പിൽ അവിടെ നിന്ന് വിളിക്കാം. ഇപ്പോൾ ആരെ വിളിക്കാൻ? വിളിച്ചാൽ തന്നെ ആര് കേൾക്കാൻ? സോപ്പ് പോലും തേക്കാനാകാതെ തന്നെ ആര് കേൾക്കാൻ? സോപ്പ് പോലും തേക്കാനാതെ ടവലെടുത്ത് തലതോർത്തി ശരീരവും അടിവയറും തുടയ്ക്കുമ്പോൾ ഒരു നിമിഷം ജഗൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു. തൻ്റെ അടിവയറ്റിൽ കുളിക്കുന്നതിന് മുമ്പ് കണ്ട നഖശതകൾ കാണുന്നില്ല. ചിന്തകൾക്ക് കടിഞ്ഞാനിട്ട് എല്ലാം എൻ്റെ തോന്നലുകളാണെന്ന് വിധി എഴുതി ജഗൻ. വേഗത്തിൽ ഒരുങ്ങി അന്തർജനത്തിനടുത്തേക്ക് പോകാൻ കാർ പോർച്ചിലേക്ക് ഇറങ്ങി. എത്രയോ നാളായി കാറെടുത്തിട്ട് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്നു. ഡോർ തുറന്ന് കാറിനുള്ളിൽ നിന്ന് തുണിയെടുത്ത് മുൻഗ്ലാസ് തുടച്ചു. ഇനിയിപ്പോൾ വൃത്തിയാക്കാൻ നിന്നാൽ വൈകും. ഒന്നും കഴിക്കാനും കഴിഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്ന വിശപ്പും ദാഹവും അന്തർജനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ പോയി എന്നറിയില്ല. മെല്ലെ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനി വണ്ടി നിർത്തിപ്പോയി ഗേറ്റ് അടയ്ക്കാനും മനസ്സില്ല. തുറന്നു തന്നെ കിടക്കട്ടെ. ഇല്ലെങ്കിൽ തന്നെ ഈ വീട്ടിനുള്ളിൽ എന്തിരിക്കുന്നു? ആർക്കെങ്കിലും കവർന്നെടുക്കാൻ. അന്തർജനത്തിനെയും ഭാട്ടിയെയും കണ്ടു. കഴിഞ്ഞാൽ പിന്നെ സുമിത്രയുടെ അടുത്തേക്ക് പോകണം. അവളെ ആശ്വസിപ്പിച്ച് ഇന്ന് അവളോടൊപ്പം കഴിയുക തന്നെ. അറിയാവുന്ന വഴികളിലൂടെ മനസ്സിൽ ഓരോന്നോർത്ത് യാന്ത്രികമായി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു യഗൻ. അന്തർജനത്തിൻ്റെ വീട്ടിലേക്ക് വഴി മുഴുവൻ തലേരാത്രിയിലെ കനത്ത മഴ കാരണം ചെളിയിലാണ്ട് കിടക്കുന്നു. ഇവിടെയുള്ളവർ എങ്ങനെ യാത്ര ചെയ്യുന്നു? പോരാത്തിന് കുണ്ടും കുഴിയും. ഏതോ ഒരു ശക്തിയുടെ പ്രേരണ പോലെ ആക്സിലേറ്ററിൽ കാല് കൊടുക്കാതിരുന്നിട്ടും വണ്ടി മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സുകൊണ്ട് ഭയക്കാതിരുന്നില്ല ജഗൻ. അന്തർജനത്തിൻ്റെ വീട്ടിൽ എത്തി ബ്രേക്ക് ചവിട്ടുന്നതിന് മുമ്പ് വണ്ടി നിന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തുറന്നിട്ട വാതിലൂടെ ഓടിക്കയറി ഇറങ്ങി വന്നു അന്തർജനം. ജഗൻ, ഐ ആം വെരി സോറി. വിളിച്ചപ്പോൾ പറയാൻ പറ്റില്ല. ഈ റോഡ് മുഴുവൻ വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധം നശിച്ചു. ദേ, പിന്നിലുള്ള റോഡിലൂടെ മാത്രമേ വണ്ടി ഇങ്ങോട്ട് വരൂ. ഈ വഴി രണ്ടായി മുറിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനോ വാഹനത്തിനോ കടന്നു വരണമെങ്കിൽ ഒരു പാലം കെട്ടണം. നീ എങ്ങനെ ഈ വഴി വന്നു? ജഗൻ അന്തർജനത്തിനൊപ്പം അകത്തേക്ക് കയറി. ജഗൻ ഒന്നും കഴിച്ച മട്ടില്ലല്ലോ. വന്നോളൂ. ദോശയും നല്ല മല്ലിയിലയിട്ട അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തിയുമുണ്ട്. അത് കഴിച്ചിട്ടാകാം ബാക്കി വർത്തമാനാക്കി. കൈ കഴുകിക്കോളൂ, ഞാൻ ദോശ എടുക്കാം. ഭാട്ടിയുടെ അടുത്ത് കൃത്യസമയത്തെത്തണം. അത് പറഞ്ഞുകൊണ്ട് അന്തർജനം അകത്തേക്ക് പോയി. അപ്പോഴും ജഗൻ്റെ മനസ്സ് ചോദിച്ചു, താൻ എങ്ങനെ ഈ റോഡിലൂടെ? ചിന്തകൾ കാടുകയറുന്നു. കാറിൻ്റെ ടീപ്പോയിലേക്ക് വെച്ച് അവിടെ കിടന്ന ടൈംസ് ഓഫ് ഇന്ത്യ പത്രം എടുത്തു നിവർത്തി നോക്കി. എത്ര ദിവസമായിരിക്കുന്നു ഒരു പത്രം വായിച്ചിട്ട്? മുൻപേജിൽ അടിവശത്തായി ശക്തൻ ഭാട്ടിയുടെ ഗാംഭീര്യമുള്ള ഒരു ഫോട്ടോ, അതും കളറിൽ. എന്തൊരു ചൈതന്യം! ഏത് മഹാത്മാവാണ് ഈശ്വര ഇദ്ദേഹത്തിൻ്റെ പിതാവ്? കടലിൻ്റെ അടിത്തട്ടിൽ അടുത്ത സുനാമികളുടെ കുമിളകൾ രൂപപ്പെട്ടു വരുന്നതിനെക്കുറിച്ചുള്ള ഭാട്ടിയുടെ വിശദീകരണമാണ്. വായിക്കണം. അപ്പോൾ അന്തർജനത്തിന് വിളി കിട്ടും. ഇരിക്കൂ ജഗൻ, 12-ന് മുൻപ് എത്തണമെന്ന് ഭാട്ടി സാർ പ്രത്യേകം പറഞ്ഞു. സമയം തെറ്റിയാൽ പിന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ജഗൻ പത്രം മടക്കി ടീപ്പോയിലേക്ക് വെച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. ദോശ കഴിച്ചു തുടങ്ങി. ഒരു ദോശ കയ്യിലേക്കെടുത്ത് ചെറുതായി മുറിച്ചു. ലൗലി ലൗലി, അന്തർജനം ഉറക്കെ വിളിച്ച് അവിടെയാകെ നടന്നു. അവളിതെവിടെ പോയി? ശ്രീദേവി അന്തർജനത്തിൻ്റെ മകൾ. സരിത അന്തർജനത്തിൻ്റെയും വാത്സല്യനിധിയായ പ്രമോറിനിയൻ നായിയാണ് ലൗലി. അന്തർജനത്തിന് മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നത് തീരെ താല്പര്യമില്ല. പക്ഷേ മകൾ നേരെ തിരിച്ചാണ്.
പക്ഷിമൃഗാദികളോട് അമിതമായ കമ്പമാണ് അവൾക്ക്. തികഞ്ഞ പ്രകൃതി സ്നേഹിയായ സരിതാന്തർജനം കിളികളെ കൂട്ടിലടച്ച് നടക്കുന്ന പക്ഷി ശാസ്ത്രക്കാരുമായി വഴക്കിടും. അവർക്കെതിരെ പോലീസിന് പരാതി കൊടുക്കും. നായ്ക്കളെ കെട്ടിയിടുന്നത് പോലും പ്രശ്നമാക്കുന്ന സരിതയ്ക്ക് ജഗന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലൗലി വല്ലപ്പോഴുമൊക്കെ അവിടേക്കെത്തുന്ന ജഗന് നേരെ ഓടിച്ചെന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തും. നക്കിത്തുടയ്ക്കും, വീണുരുളും. ജഗൻ ദോശ കഴിച്ച് എഴുന്നേറ്റ് പറഞ്ഞു, അമ്മ ഉണ്ടാക്കി തന്നതുപോലെ തന്നെയുണ്ട് ചിലപ്പോൾ സുമിത്രയും. അത് കേട്ട് അന്തർജനത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. ലൗലിയെ കാണാത്തതുകൊണ്ട് കയ്യിലിരുന്ന ദോശ പാത്രത്തിലേക്കിട്ട് അടച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ എന്നും അമ്മ തന്നെയാണ്. അവർ പകർന്നു തരുന്ന സ്നേഹം, ഭക്ഷണം, എന്തിന് വല്ലപ്പോഴും എന്തിനൊക്കെയോ ഒന്ന് പൊട്ടിത്തെറിക്കുന്നതിൽ പോലും ഒരു വാത്സല്യമുണ്ട്. മറ്റൊന്നും അമ്മയെ പോലെയാകില്ലല്ലോ ജഗ. നീ ഇരിക്കി, ഞാനൊന്ന് മുഖം കഴുകി പെട്ടെന്ന് വരാം. അന്തർജനം സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോയി. അങ്ങനെ നിന്നു ജഗൻ. പുറത്ത് ഉച്ചയെടുക്കുന്ന വെയിലിൻ്റെ തീക്ഷ്ണത കണ്ടു. പ്രപഞ്ചം കാക്കുന്ന വെളിച്ചത്തിൻ്റെ ഉറവിടം എവിടെയാകും? ആ ചോദ്യം ചോദിച്ച് സ്വയം പൊട്ടിച്ചിരിച്ചു ജഗൻ. പെട്ടെന്ന് കാലിൻ്റെ പിന്നിൽ ഒരനക്കം. തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കാഠിന്യമറിയിക്കാൻ ആവാതെ മലർന്നു കിടന്ന് കൈകാലുകൾ മടക്കി വെച്ച് ഞെരുവിനി കൊള്ളുന്ന ലൗലി എന്ന സുന്ദരി പെമോറിയൻ. നീ എവിടെയായിരുന്നടി പെണ്ണെ? ജഗൻ കുനിഞ്ഞ് അവളെ വാരിയെടുത്തു. ഏതോ ആയുർവേദ ഔഷധത്തിന് മണമുള്ള സോപ്പിട്ട് കുളിപ്പിച്ച് ആണ് പോയിരിക്കുന്നത് സരിതാന്തർജനം. നിന്റെ കഴുത്തിൽ ഒരു സ്വയം രക്ഷാ ചരടുണ്ടായിരുന്നല്ലോ ലൗലി. നീ ഓടി വരുമ്പോൾ കിലുങ്ങുന്ന ഒരു മണിച്ചരട്. ദേവീഭക്തിയായ നിന്റെ സരിത ചേച്ചി എവിടെ നിന്നോ ജപിച്ച് നിന്റെ കഴുത്തിൽ കെട്ടിത്തുന്നത്. നിന്റെ ദീർഘായുസിന് അർച്ചനയും കഴിപ്പിക്കാറുണ്ടത്രേ. നീ ഭാഗ്യവതിയെ ലൗലി. അവൾ നിന്നെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ. ലൗലി നാവ് നീട്ടി കിരച്ചു. അതിനെ തോളത്തേക്ക് വെച്ച് പുറത്തേക്ക് തലോടിയപ്പോൾ ജഗന്റെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു അവൾ. പുറത്ത് നേരത്തെ കണ്ട വെയിലിന്റെ തീക്ഷ്ണത കുറയുന്നു. പ്രതീക്ഷിക്കാതെ ഇരുണ്ട പോലെ നിഴൽ വീഴുന്നു. നിൽക്കുന്ന സ്ഥലത്ത് താഴേക്ക് താഴ്ന്നു പോകുന്ന പോലെ തോന്നി. മന്ത്രിക്കുന്നു. ഓർമ്മയില്ലേ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ? നീ പോകുന്നത് എവിടേക്കാണെന്നറിയൂ. പക്ഷേ എനിക്ക് പറയാനാവില്ല. ശ്രദ്ധിക്കണം. എല്ലായിടത്തും ആപത്ത് പിടിച്ചിടമാണ്. ചിന്തിക്കണം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഓർമ്മയുണ്ടാവില്ലേ? ചതിയുടെ ലോകത്തേക്കാണ് നീ പോയിരിക്കുന്നത്, അതും പെണ്ണിനോടൊപ്പം. ഒരു നിമിഷം എന്തോ പിന്നിലേക്ക് വീണ പോലെ തിരിഞ്ഞു നോക്കി ജഗൻ. വാതിൽ കടന്നെത്തിയ അന്തർജനം ഉറക്കെ നിലവിളിച്ചു. ഷോക്കേറ്റ പോലെ ജഗന്റെ ശരീരം തരിച്ചു. കയ്യിൽ നിന്നും എപ്പോഴാണ് ലൗലി നിലത്ത് വീണതെന്നറിയില്ല. പച്ച ജീവനോടെ കത്തിയമരുകയായിരുന്നു ലൗലി. അതിൻ്റെ ശരീരത്തിൽ നിന്നും ഉയരുന്ന കറുത്ത കട്ട പിടിച്ച ധൂമപടലങ്ങൾ. വെള്ളമെടുക്കാൻ അകത്തേക്ക് ഓടിയ അന്തർജനം. പക്ഷെ മടങ്ങി വരും മുമ്പ് ജഗൻ കണ്ടു ലൗലി പുകഞ്ഞ് ഇല്ലാതാകുന്നു. ഏതോ ശൂന്യതയിൽ ലയിച്ചിരിക്കുന്ന ലൗലി. ദുഃഖത്തോടെ സിറ്റൗട്ടിൽ അരഭിത്തിയിലേക്ക് കൈയൂന്നി പുറത്തേക്ക് നോക്കി നിന്നു ജഗൻ. മുറ്റത്തഴിഞ്ഞു വീണ് കിടക്കുന്ന ലൗലിയുടെ കഴുത്തിലെ മണികെട്ടിയ ചുവന്ന ചരട്. ആരോ അഴിച്ചു വലിച്ചെറിഞ്ഞ ആ ചരട് മണ്ണിൽ അനാഥമായി കിടക്കുന്നു. അപ്പോൾ കേട്ടു അന്തർജനത്തിന്റെ ഒരു തേങ്ങൽ. ഒരു ദുരന്തത്തിന്റെ മാറ്റലി പോലെ അത് ജഗന്റെ കഴുത്തിൽ കാതിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹോട്ടൽ താജിലെ ലിഫ്റ്റിന് മുകളിലേക്ക് പോകുമ്പോൾ അന്തർജനം ഒന്നും മിണ്ടാത്തത് ജഗനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ എന്ത് ചെറ്റ് ചെയ്തു? ലൗലിയെ വാരിയെടുത്ത് തോളത്തേക്ക് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൾ കയ്യിൽ നിന്നും കൂർന്നു പോയത് പോലും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ജഗൻ, നീ ഒന്നും അങ്ങോട്ട് ചോദിക്കരുത്. അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് പറയും എല്ലാം. ചിലപ്പോൾ ഇപ്പോൾ ഈ വന്നതും വെറുതെയാകും. നിശബ്ദനായിരിക്കും അദ്ദേഹം. ഒക്കെ ഓരോ മൂഡിനനുസരിച്ചാ. വീട്ടിൽ നടന്നതൊക്കെ മറന്നേക്ക്. ആ ഓർമ്മകളും ഡിസ്കഷനുമൊക്കെ പുറത്തിറങ്ങിയാകാം. ജഗനൊന്നും പറയാതെ തലയാട്ടി അകത്തേക്ക് കടന്നിരുന്നു. വാതിൽ തുറന്ന് ഒരാൾ വന്നു. മെലിഞ്ഞ് വെളുത്ത ഇരുണ്ട കണ്ണുകളുള്ള, നെറ്റിയിൽ തൃശൂലം കുങ്കുമം കൊണ്ട് വരച്ച, ഷർട്ട് ധരിക്കാത്ത, തോളത്ത് കസവ് നേരിയതും മടക്കിയിട്ട ഒരാൾ. ഇത് റിസപ്ഷനിൽ നിന്നും വിളിച്ച അന്തർജനമല്ലേ? അതെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു അന്തർജനം. ഒപ്പം ജഗനം. ഇങ്ങോട്ടിറങ്ങുമ്പോൾ വീട്ടിലെ നാൽക്കാലി പച്ചാ ജീവനോടെ പുകഞ്ഞു വെന്തുതീറി അപ്രത്യക്ഷമായല്ലേ? ഓ, ഒന്ന് നടങ്ങി അന്തർജനവും ജഗനും. ഒരു അദൃശ്യ ശക്തി ആ നാൽക്കാലിയുടെ മണിച്ചരട് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. വെയിലാറും മുൻപ് ആ ചരടുമായി വരാൻ പറഞ്ഞു. ഇനി ആ മണിച്ചരട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പുറപ്പെടേണ്ടതും അറിയിച്ചിട്ടുണ്ട്. അന്തർജനത്തിന്റെ മുഖത്ത് ഇരുട്ട് കയറുന്നത് ദുഃഖത്തോടെ തല താഴ്ന്നതും കണ്ട് ജഗൻ അല്പം മുന്നോട്ട് നീങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ ജഗൻ. കൂനൂർ മഠത്തിൽ നിന്നും മടങ്ങും വഴി അദ്ദേഹം എന്നെ ഒന്നിങ്ങോട്ട് എത്തിച്ചിരുന്നു. സമയം പോലെ വന്ന് കാണാനും പറഞ്ഞിരുന്നു. വന്നയാൾ ചിരിച്ചു. അറിയില്ലേ നിങ്ങൾക്ക് ശക്തൻ പാട്ടിയെ? ചിലപ്പോൾ ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. ചിലപ്പോൾ മറ്റൊന്ന് പറയും, അപ്പോൾ തോന്നിയത് പ്രവർത്തിക്കും. എന്താ വേണ്ടാന്ന് വെച്ചാൽ അതിപ്പോൾ പറയുന്നതാ. ഓരോ നിമിഷവും മനസ്സങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ ഭൂമി മുഴുവൻ കറങ്ങുക. ചുറ്റും ഗ്രഹങ്ങൾ പോലെ ഞങ്ങളും, നിങ്ങളെപ്പോലെ ചിലരും.
എന്നാൽ പിന്നെ നേരം കളയണ്ട. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായം കേൾക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.